നമസ്കാരം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ കഥ ആരംഭിക്കാം. ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് വിഷ്ണു. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാണാനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരു 6 അടിയോടടുത്ത് നീളവും അതിന് തക്ക തടിയും നല്ല വെളുത്തതുമാണ്. പറയത്തക്ക ഒരു ദുശീലവും ഇല്ല. ഒരു സാധാരണ നാട്ടുമ്പുറത്തുകാരൻ. വളരെ കഷ്ടപ്പെട്ട് കഴിഞ്ഞു പോകുന്ന ഒരു കുടുംബത്തിലെ ഏക ആശ്രയമാണ് ഞാൻ. പഠിത്തമെല്ലാം കഴിഞ്ഞ് പല ജോലിക്ക് ശ്രമിച്ചെങ്കിലും തലയിലെഴുത്തില്ലാത്തത് കൊണ്ടാകാം ഒരു ജോലിയും ഇതുവരെ ശരിയായില്ല. ഇനിയിപ്പോൾ ഗൾഫിലെങ്ങാനും പോയി കുറച്ച് കാശുണ്ടാക്കിയിട്ട് വേണം പെങ്ങളെ കെട്ടിച്ചുവിടാനും ബാങ്കിൽ പണയം വെച്ചിരിക്കുന്ന താമസ സ്ഥലത്തിന്റെ ആധാരം തിരിച്ചെടുക്കാനും. അങ്ങനെ ഒരു വിസയുടെ കാര്യം ഞാൻ പലരുടെ അടുത്തും പറഞ്ഞു. പക്ഷേ വീടിനടുത്തുള്ള സമതുക്കയാണ് ദുബൈയിലേക്ക് എനിക്കൊരു പേപ്പർ ശരിയാക്കി തന്നത്. ദുബൈയിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ സെയിൽസ്മാനായിട്ടാണ് ജോലി ശരിയായത്. 2 വർഷത്തേക്കാണ് വിസയുടെ കാലാവധി. അങ്ങനെ ഞാൻ ദുബൈയിലേക്ക് പറന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ചെന്നുപെട്ടതൊരു സിംഹത്തിന്റെ മടയിലാണെന്ന്. അവിടുത്തെ മാനേജർ ഒരു സ്ത്രീയാണ്. ആള് നല്ല സ്മാർട്ടാണ്, കാണാനൊന്നും തരക്കേടില്ല. പക്ഷേ ജോലിക്കാര്യത്തിൽ പുള്ളിക്കാരി കർക്കശമാണ്. അവരുടെ ഡ്യൂട്ടി പെർഫെക്റ്റായി ചെയ്തിരിക്കണം, ഇല്ലെങ്കിൽ അവർ നല്ല ചീത്ത പറയും. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ശമ്പളം വന്നു. വീട്ടിലേക്ക് അയച്ചതിന്റെ ബാക്കി ഇവിടെ എന്തെങ്കിലും ചെലവൊപ്പിക്കാമെന്ന് കരുതിയ എനിക്ക് തെറ്റി. മാസത്തിന്റെ അവസാന നാളുകൾ ആയപ്പോഴേക്കും കയ്യിലെ കാശെല്ലാം തീർന്നു. ഇനിയിപ്പം ഒറ്റ മാർഗമേ ഉള്ളൂ, ആരോടെങ്കിലും കടം മേടിക്കാം. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് മാഡം എന്നെ കണ്ടത്. ജോലി ചെയ്യാതെ എന്താണ് ആലോചിച്ചിരിക്കുന്നത്? ചോദ്യം കേട്ട് ഞാൻ ഞെട്ടി. ഞാൻ പറഞ്ഞു, ചിലവിന് കാശ് തികയത്തില്ല, അതിങ്ങനെ ആലോചിച്ചോണ്ടിരുന്നേത്. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നവർ എന്നോട് ചോദിച്ചു. ഞാനാകെ വിഷമിച്ചു നിൽക്കുമ്പോൾ, നീ പോയി ജോലി ചെയ്യ് എന്നവർ പറഞ്ഞു. ഞാനങ്ങനെ വിഷമിച്ച് നടന്നു നീങ്ങിയപ്പോൾ പുറകിൽ നിന്നൊരു വിളി, ഒന്ന് നിന്നേ. തിരിഞ്ഞു നോക്കിയപ്പോൾ മാനേജർ മാഡം. അവർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, വൈകുന്നേരം ഫ്രീ ആവുമ്പോൾ മുകളിൽ ഷോപ്പിന്റെ മുതലാളിയുടെ മകളുണ്ട്. ആ കുട്ടിയെ പോയി കണ്ടാൽ ചിലപ്പോൾ നിനക്ക് അഡ്വാൻസ്ഡ് ആയി കാശ് തരും. അത് കേട്ടപ്പോൾ എനിക്കൊരു ആശ്വാസമായി. വൈകിട്ട് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് പോകാനായി ഇറങ്ങിയപ്പോൾ ഞാൻ മുകളിലത്തെ റൂമിലേക്ക് നടന്നു. ഡോറിൽ മുട്ടിയതിനു ശേഷം ഞാൻ അകത്തേക്ക് കയറി. അകത്ത് കയറി എന്റെ കാര്യം പറഞ്ഞു. പക്ഷേ മറുപടി ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ തന്നെ നിന്നു. മുതലാളിയുടെ മോളെക്കുറിച്ച് പറഞ്ഞാൽ പേര് സ്മിത. കണ്ടു കഴിഞ്ഞാൽ വലിയ സൗന്ദര്യമൊന്നുമില്ല, എങ്കിലും നല്ല മുഖശ്രീയൊക്കെ ഉണ്ട്. ഇരുനിറമാണ്, നല്ല വടിവത്ത ശരീരവും. സ്മിത ചോദിച്ചു, നാട്ടിൽ വിഷ്ണുവിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അത് കേട്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. എന്റെ പേരെങ്ങനെ അറിയാം? ഞാൻ ചോദിച്ചു. അത് കൊള്ളാം, എന്റെ സ്ഥാപനത്തിൽ ജോലിക്ക് നിൽക്കുന്നവരെ ഞാൻ അറിയണ്ടേ വിഷ്ണു? സാധാരണ മുതലാളിമാർക്ക് ജോലിക്കാരെ എല്ലാം ഒന്നും അറിയാൻ സാധ്യതയില്ല, ഞാൻ പറഞ്ഞു. ഓ, അങ്ങനെയൊന്നുമില്ല, തിരക്കിൽ ചിലപ്പോഴൊക്കെ വിട്ടുകളയുന്നതാണ്. തന്റെ കാര്യം ഞാൻ അക്കൗണ്ട്സിൽ പറഞ്ഞേക്കാം, നാളെ പോയി വാങ്ങിച്ചു. താങ്ക്സ് മാം. താങ്ക്സ് ഒന്നും വേണ്ട, അതുകൂടി ജോലിയിൽ കാണിച്ചാൽ മതി. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് ദുബായിലെ ലൈസൻസ് ഒക്കെ കിട്ടി. ഞാനൊരു പഴയ നിസാൻ കാർ വാങ്ങി. അപ്പോഴേക്കും കടയിലുള്ളവർക്കെല്ലാം എന്നോട് വലിയ കാര്യമായി. പ്രത്യേകിച്ച് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന മാളുവിന്. 2 മക്കളുണ്ട്. ഭർത്താവ് അങ്ങ് നാട്ടിലാണ്. ഒരു ദിവസം മാളു എന്നെ വിളിച്ചു പറഞ്ഞു, വിഷ്ണു എത്രയും പെട്ടെന്ന് സ്മിത മാഡത്തിന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ഞാൻ കാറുമെടുത്ത് പെട്ടെന്ന് മാഡത്തിന്റെ ഫ്ളാറ്റിൽ ചെന്നു. അപ്പോഴാണ് അറിഞ്ഞത് മാഡത്തിന്റെ അച്ഛൻ മരണപ്പെട്ട കാര്യം. സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. ആളുകളൊക്കെ വന്നും പോയി നിൽക്കുന്നു. ഞാൻ ചെന്ന് മാഡത്തിനോട് ചോദിച്ചു, മാഡം എന്തെങ്കിലും അറേഞ്ച് ചെയ്യാനുണ്ടോ? അപ്പോൾ മാഡം പറഞ്ഞു, വരുന്നവർക്ക് കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ കാറുമെടുത്ത് കുറച്ച് വെള്ളത്തിന്റെ ബോട്ടിലും കുറച്ച് ജ്യൂസും ഒക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അവിടെ ഇരുന്നവർക്കെല്ലാം കൊടുത്തു. കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഏറ്റവും അടുത്ത് കുറച്ചു പേർ ഒഴികെ ബാക്കി എല്ലാവരും പോയി. രാത്രിയായി. സ്റ്റാഫിനെ എല്ലാവരെയും കൊണ്ടുവിട്ടു. കുറച്ച് ഫുഡ് വാങ്ങി ഞാൻ മാഡത്തിന്റെ ഫ്ളാറ്റിലെത്തി. ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിച്ചു. അങ്ങനെ ദിവസങ്ങൾ കഴിയവേ ഒരു ദിവസം ഒരു പുതിയ നമ്പറിൽ നിന്ന് എനിക്കൊരു കോള് വന്നു. ഞാൻ സ്മിതയാണ്, വിഷ്ണു ഒന്ന് ഫ്ളാറ്റ് വരെ വരണം, എനിക്ക് 1-2 സ്ഥലം വരെ പോകാനുണ്ട്. ഞാൻ പെട്ടെന്ന് റെഡിയായി അങ്ങോട്ട് ചെന്നു.
കടയുടെ ലൈസൻസ് അച്ഛന്റെ പേരിലായിരുന്നു. അത് മാറ്റാനായിരുന്നു. ഇവിടുത്തെ നിയമങ്ങളൊന്നും എനിക്ക് വലിയ പിടിയില്ല. എങ്കിലും ഞാൻ കൂടെ പോയി. പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് നമുക്കെന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് സ്മിത മാഡം എന്നോട് പറഞ്ഞു. അങ്ങനെ ഒരു മുന്തിയ ഹോട്ടൽ കയറി ഫുഡെല്ലാം കഴിച്ച് വീട്ടിലേക്കുള്ള മടക്കയാത്രയിൽ മാഡം വണ്ടിയിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ മാഡത്തിന്റെ രൂപം ശരിക്കും ശ്രദ്ധിച്ചത്. കണ്ടാൽ നല്ലൊരു ആനച്ചന്തം ഒക്കെ ഉണ്ട്. ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും കാണണമെന്ന് തോന്നി. കുറെ നേരത്തേക്ക് കണ്ണിന് കുളിർമയേകുന്ന നല്ലൊരു കാഴ്ചയായിരുന്നു അത്. വീടെത്താറായപ്പോഴാണ് മാഡം ഉണർന്നത്. ആ, ഞാൻ അല്പം മയങ്ങിപ്പോയി. കുറച്ചു ദിവസമായില്ലേ ശരിക്കൊന്ന് ഉറങ്ങിയിട്ട്. എനിക്ക് തോന്നി മാഡം ബോധം കെട്ട് ഉറങ്ങിയതെന്ന്. ആണോ? അതൊക്കെ പോട്ടെ. നിന്റെ ഹൈപ്പർ മാർക്കറ്റിലെ ജോലിയൊക്കെ നിനക്ക് സുഖമാണോ? ഓക്കെയാണ് മാഡം. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പറയണം കേട്ടോ. തീർച്ചയായും പറയാം. അങ്ങനെ 6-7 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറാൻ എന്നോട് പറയുന്നത്. പക്ഷെ പെട്ടെന്നായതുകൊണ്ട് പല സ്ഥലത്ത് വീട് നോക്കിയിട്ടും എനിക്കൊന്നും ഒത്തുകിട്ടിയില്ല. അപ്പോൾ മാനേജർ മാഡം പറഞ്ഞു, സ്മിത മാഡം ഒരാളെ തപ്പുന്നുണ്ടെന്ന്. അച്ഛൻ മരിച്ചപ്പോൾ സ്മിത മാഡം ഒറ്റയ്ക്കായി. പിന്നെ ഒരു വേലക്കാരിയും. എന്നാലും ധൈര്യം പോരാ. അപ്പോൾ മാനേജറാണ് സ്മിത മാഡത്തിന്റെ അടുത്ത് വിഷ്ണു ഒരു സ്ഥലം തപ്പി നടക്കുവാണെന്ന് പറഞ്ഞത്. അപ്പോൾ മാഡം പറഞ്ഞു, അവനോട് അവിടെ താമസിക്കാം, അങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. മാനേജർ അതാണ് എന്നോട് വന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, വാടക എത്ര കൊടുക്കേണ്ടി വരും? അപ്പോൾ അവർ പറഞ്ഞു, നിന്റെ വാടക കിട്ടിയിട്ട് അവർക്ക് ജീവിക്കേണ്ട ആവശ്യമില്ലെന്ന്. നീ അവർക്കൊരു കൂട്ടായിട്ട് അവിടെ അടങ്ങി ഒതുങ്ങി താമസിച്ചാൽ മതി. അതും പറഞ്ഞു മാനേജർ മാഡം പോയി. അങ്ങനെ ഞാൻ താമസം സ്മിത മാഡത്തിന്റെ വീട്ടിലേക്ക് മാറി. എനിക്ക് അവിടെ പുറത്തൊരു ഔട്ട് ഹൗസിലായിരുന്നു താമസം. ഫുഡ് വേലക്കാരി കൊണ്ടുവന്ന് തരും. അവരുടെ പേര് ഗീത. നല്ലൊരു സ്ത്രീ. ചെട്ടികുളങ്ങരയുള്ളതാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഗീത നാട്ടിലേക്ക് വെക്കേഷന് പോയപ്പോൾ ആണ് ഞാൻ മാഡവുമായി കൂടുതൽ അടുക്കുന്നത്. ഫുഡ് മിക്കവാറും പുറത്തുനിന്ന് മേടിക്കും. ഞാൻ വാങ്ങിക്കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി പുറത്തു പോയി കഴിക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കാലാവസ്ഥ ചേഞ്ച് ആയത്. എനിക്കാണെങ്കിൽ നല്ല പനി. ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ മാഡൻ പറഞ്ഞു, വിഷ്ണു പോയി റെസ്റ്റ് എടുത്തോളൂ, ഞാൻ പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കി തരാം. അവർ വലിയ കാര്യത്തോടെ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കി. അന്നു മുതൽ അവരുടെ അടുത്ത് എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നി തുടങ്ങി. മോശമായിട്ടൊന്നുമല്ല കേട്ടോ, മനസ്സിൽ എന്തോ ഒരു ഇഷ്ടം. അങ്ങനെ പനിയെല്ലാം മാറി ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. ഒരിക്കൽ ജോലി കഴിഞ്ഞു വരുമ്പോൾ മാഡൻ ഹാളിൽ ഇരിക്കുന്നത് കണ്ടു. വല്ലാത്തൊരു വിഷമത്തോടെ ഇരിക്കുന്നു. കയ്യിലാണെങ്കിൽ ഒരു ഗ്ലാസും പിടിച്ചിരിക്കുന്നു. എനിക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. മാഡം മദ്യപിക്കുമോ? ഏയ്, പിന്നെന്താ താൻ കണ്ടത്? ഞാൻ ഡ്രസ്സു മാറി അങ്ങോട്ടേക്ക് നടന്നു ചെന്നു. എന്തു പറ്റി മാഡം? എന്താ വല്ലാതിരിക്കുന്നത്? ഓ, അത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്ന് എന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാഡം, ഞാൻ പറഞ്ഞു. അത്രയ്ക്കൊന്നും സന്തോഷമാകണ്ട. അതെന്താ മാഡം? ഞങ്ങൾ ഡൈവോഴ്സ് ആയിട്ട് 4 കൊല്ലം കഴിഞ്ഞു. ഭർത്താവ് നാട്ടിൽ വേറെ വിവാഹമൊക്കെ കഴിച്ച് സുഖമായി ജീവിക്കുന്നു. നിങ്ങൾ തമ്മിൽ പിരിയാനുണ്ടായ പ്രശ്നം എന്തായിരുന്നു? അത് കണ്ടുപിടിച്ച് പരസ്പരം പറഞ്ഞു തീർക്കാമായിരുന്നില്ലേ? അത് കണ്ടുപിടിച്ചു. അപ്പോഴാണ് പിരിഞ്ഞത്. അവളാണിന്ന് അയാളോടൊപ്പം ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികളൊന്നുമില്ലേ? ഇല്ല. നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പിരിയില്ലായിരുന്നു. അവർ മൂളി. മാഡം, 9 മണിയായി. ഫുഡ് എടുക്കട്ടെ? നെല്ല്, ഒരെണ്ണം കൂടി കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാം. ഓക്കെ മാം. നീ കഴിക്കൂടാ? ഓ, അങ്ങനെയൊന്നുമില്ല. ചെറുതായിട്ട്. കൂട്ടുകാരെല്ലാവരും കൂടി ഒത്തുകൂടുമ്പോൾ മാത്രം. ആ, എന്നാൽ നീ പോയി ഒരു ഗ്ലാസിങ് എടുത്തോണ്ട് വാ. ഓ, ഇപ്പോ വേണ്ട മാഡം, നമുക്ക് വേറൊരു ദിവസം കൂടാം. പുള്ളിക്കാരിക്ക് തലയ്ക്ക് പിടിച്ചു തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ചു കഴിഞ്ഞ് ഫുഡ് എടുത്തു വെച്ചിട്ട് ഞാൻ വന്ന് വിളിച്ചു. അവർ അവിടെ ഇരുന്ന് ഏതാണ്ട് പിച്ചും പേയും ഒക്കെ പറയുകയാണ്. ഞാൻ വീണ്ടും വിളിച്ചപ്പോൾ അവർ എഴുന്നേറ്റ് വന്നു. കാലുകൾ വേച്ച് വീഴുമെന്ന് എനിക്ക് തോന്നി. ഞാൻ പിടിക്കണോ മാഡം എന്ന് ചോദിച്ചു. ഒരു ചിരി ചിരിച്ചുകൊണ്ട് അവർ ഒന്ന് മൂളി. ഞാൻ കയ്യിൽ പിടിച്ച് എന്റെ തോളിൽ കൂടി ഇട്ടുകൊണ്ട് നടന്ന് ടേബിളിൽ കൊണ്ടിരുത്തി. എന്തൊക്കെയോ കഴിച്ചു എന്ന് വരുത്തി. അപ്പോഴും മുഖത്തെ സങ്കടം അപ്പോഴും വിട്ടുമാറിയിരുന്നില്ല. ഫുഡ് കഴിച്ച് ഞാൻ കൈ കഴുകിയ ശേഷം മാഡത്തിനെ എഴുന്നേൽപ്പിച്ച് കൈ കഴിയിപ്പിച്ച് സെറ്റിൽ കൊണ്ടിരുത്തി.
പിന്നീട് ഭയങ്കര സെന്റിമെന്റലായിരുന്നു. നീ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതി പോലും അയാൾ എന്നോട് കാണിച്ചിരുന്നില്ല. എന്നെ ഒറ്റയ്ക്കാക്കി പൊയ്ക്കളഞ്ഞു അയാൾ. മാഡം ഒറ്റയ്ക്കല്ല, ഞങ്ങളൊക്കെ ഇല്ലേ കൂട്ടിന്. അത് കേട്ടപ്പോൾ അവർ ഒന്ന് പുഞ്ചിരിച്ചു. മാഡം 11 മണിയായി, കിടക്കണ്ടേ? ഓ, എനിക്ക് ഉറക്കം വരുന്നില്ല, നീ പോയി കിടന്നു. എനിക്കാണെങ്കിൽ ഉറക്കവും വരുന്നു. അവരെ ഈ കോലത്തിൽ ഇട്ടേച്ച് പോകാനും മനസ്സ് വന്നില്ല. ഞാനും അവിടെ തന്നെ ഇരുന്നു. എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമടാ, നീ എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാമോ? ഞാനോ? പിന്നല്ലാതെ, എന്നെ ബന്ധം പിരിഞ്ഞു പോയ അങ്ങേര് വരുമോ? ഇതൊക്കെ ഞാൻ എഴുന്നേറ്റ് ഒരു കൈയെടുത്ത് എന്റെ തോളിലിട്ട് പതുക്കെ നടത്തിക്കൊണ്ട് ബാത്റൂമിലേക്ക് പോയി. അകത്ത് കയറ്റിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും ദാണ്ട പോന്നു ഒരു സൈഡിലോട്ട് ചരിഞ്ഞ്. ഞാൻ മാഡത്തെ പെട്ടെന്ന് കയറി പിടിച്ചു. ഞാൻ നിൽക്കുന്നതൊന്നും നോക്കാതെ ആള് പെട്ടെന്ന് അവിടെ ഇരുന്ന് കാര്യം സാധിച്ചു. സത്യം പറഞ്ഞാൽ അത് കണ്ട് എന്റെ കണ്ണ് തള്ളിപ്പോയി. ഇങ്ങനെ ഒരു സംഭവം എനിക്ക് ആദ്യമായിട്ടായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം പുള്ളിക്കാരിയെ വലിച്ചെഴുന്നേൽപ്പിച്ച് സെറ്റിൽ കൊണ്ടുവന്നിരുത്തി. വീണ്ടും ഡ്രിങ്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാഡം ഇനി കുടിച്ചാൽ നിങ്ങൾ മരിച്ചു പോകും. പിന്നെയൊന്നും മിണ്ടിയില്ല. മാഡം സമയം ഒരുപാടായി, ബാ ഞാൻ മാഡത്തെ ബെഡ്റൂമിൽ കൊണ്ട് കിടത്താം. അങ്ങനെ ഞാൻ പിടിച്ച് ബെഡ്റൂമിൽ കൊണ്ട് കിടത്തി. കിടത്തിയപ്പോഴല്ലേ അടുത്ത പുകില്. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ, ബാ നീയും കൂടി ബാ, ഇവിടെ കിടക്ക്, മാഡം കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. മാഡം ഞാനിവിടെ താഴെ കിടക്കാം, മാം അവിടെ കിടന്നോളൂ. പറ്റില്ല, നീയും എന്റെ കൂടെ ഈ ബെഡിൽ തന്നെ കിടക്കണം. എന്താ, നിനക്കെന്നെ പേടിയാണോ? പേടിയാണെങ്കിൽ നീ ബെഡിന്റെ സൈഡിൽ അങ്ങോട്ട് ചെരിഞ്ഞു കിടന്നു. മാഡം ബെഡിൽ അങ്ങോട്ട് നീങ്ങി കിടന്നുകൊണ്ട് പറഞ്ഞു. ഓ, ഇത് പുലിവാലായല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ ചെന്ന് ബെഡിന്റെ സൈഡിൽ കിടന്നു. മാഡം തന്നെ ബെഡ് ലാമ്പും ഓഫ് ചെയ്തു. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് കണ്ണിലൊരു മയക്കം വന്നപ്പോൾ എന്റെ പുറത്ത് എന്തോ വന്ന് വീണു. ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ മാഡം ഒരു കാല് പൊക്കി എന്റെ പുറത്ത് വെച്ചിരിക്കുന്നു. ഞാൻ പതിയെ ആ കാലെടുത്ത് താഴ്ത്തി വെച്ചു. അപ്പോൾ അതാ വരുന്നു അടുത്തത്. കൈയെടുത്ത് എന്റെ ദേഹത്തേക്ക് ഇട്ടു. എനിക്ക് മനസ്സിലായി മാഡം ഇതുറക്കത്തിലല്ല, അറിഞ്ഞുകൊണ്ടാണെന്ന്. ഞാൻ എന്തും വരട്ടെ എന്ന് കരുതി അനങ്ങാതെ തന്നെ അങ്ങ് കിടന്നു കൊടുത്തു, മാഡത്തിന്റെ സന്തോഷത്തിനു വേണ്ടി. അങ്ങനെ അന്നവർ മതിവരുവോളം സന്തോഷിച്ചു.